വൈറ്റ് ഹൗസിൽ രണ്ടാം ഘട്ട കൂടിക്കാഴ്ച നടത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും ട്രംപ് ഭരണകൂടത്തിലെ പ്രമുഖരായ ചില നേതാക്കളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. ഗാസയിൽ വെടിനിർത്തൽ, ബന്ദിമോചന കരാർ, ഗാസയിലെ മാനുഷിക സഹായ വിതരണം, ഭാവി ഗാസയിലെ പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ചയിൽ മുഖ്യ വിഷയങ്ങളായിരുന്നു. തന്റെ US സന്ദർശനത്തിൽ 24 മണിക്കൂറിനിടയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പൂർത്തിയാക്കിയത്. ചർച്ചയിൽ ഗാസയിലെ ജനങ്ങളുടെ പുനരധിവാസം ചർച്ചയായി. പാലസ്തീനികൾക്ക് മികച്ച ഭാവി നൽകാൻ കഴിയുന്ന മറ്റ് രാജ്യങ്ങളുമായി സഹകരിക്കുമെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയിൽ താമസിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് അവിടെ തന്നെ തുടരാം, പക്ഷേ പുറത്തു പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അവർക്ക് സൗകര്യമൊരുക്കുമെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ഇസ്രായേലിന് ചുറ്റുമുള്ള ഏതൊക്കെ രാജ്യങ്ങളാണ് ഗാസയിൽ നിന്നുള്ള ജനങ്ങളെ ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചതെന്ന് ട്രംപ് പരാമർശിച്ചില്ലെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് സഹകരണം ലഭിച്ചുവെന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം ബന്ധി ഉടമ്പടി ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധികൾ ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ ട്രംപ് ഭരണകൂടവുമായി കൂടിക്കാഴ്ച നടത്തി. ഉടമ്പടിയുടെ പ്രധാന തീരുമാനങ്ങൾ ഇതിനോടകം ഒത്തുതീർപ്പായതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ വെടിനിർത്തൽ സമയത്ത് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ ഗാസയിലെ വിന്യാസത്തെക്കുറിച്ച് ധാരണ എത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗാസയിലെ മാനുഷിക സഹായ വിതരണത്തിന് മൂന്നാമതൊരു കക്ഷിയുടെ പ്രവർത്തനമാണ് ഗാസയിൽ അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഹമാസ് ആവശ്യപ്പെട്ടത് UN നേതൃത്വം നൽകുന്ന സംഘടനകൾ വീണ്ടും ഗാസയുടെ മാനുഷിക സഹായ മേഖല ഏറ്റെടുക്കണമെന്നും ഇസ്രായേൽ അതിന് UN അനുവദിക്കണമെന്നുമായിരുന്നു. ഇത് ഇസ്രായേൽ അംഗീകരിക്കുന്ന മട്ടില്ല. കൂടാതെ വിശദമായ ബന്ദിമോചന ചർച്ചയും നടന്നു. ഇക്കാര്യത്തിൽ അമേരിക്കൻ വിദേശകാര്യമന്ത്രി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി നെതന്യാഹു 2 മണിക്കൂറോളമാണ് ചർച്ച നടത്തിയത്. അതുപോലെ ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായും വൈസ് പ്രസിഡന്റ് JD വാൻസുമായും ചർച്ച നടത്തി. അവസാനമായി ഹമാസ് ഇല്ലാത്ത ഗാസയാണ് ലക്ഷ്യമെന്നും ഹമാസിനെ ഉന്മൂലനം ചെയ്തതിനു ശേഷം ഗാസയുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുക്കുമെന്നും സൂചനയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയും സംഘവും നൽകുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.